Next we have an example for the vector space. Consider Rn consider that R cross R cross R cross R etc. n times. R cross etc. cross R. അതാണ് R നോട് ഉദ്ദേശിക്കുന്നത്. അതിലുള്ള എലമെന്റ്സ് എല്ലാം n tuples ആയിരിക്കും. n tuples എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ എന്ന് എഴുതില്ലേ, അതേപോലെ n എലമെന്റ്സ് ഇങ്ങനെ അങ്ങനെ കോമിറ്റ് എഴുതുന്നതിനാണ് n tuple എന്ന് വിളിക്കുക. ഇത്തരത്തിലുള്ള n tuple അല്ലെങ്കിൽ n tuple എന്നൊക്കെ പറയും. n tuples കളക്ഷൻ ആണ് Rn ഉണ്ടാവുക. ഓരോ എലമെന്റും ഈ ഓരോ n tuple ഓരോ എലമെന്റും റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ അല്ലെ? അത്തരത്തിൽ Rn അണ്ടർ നോർമൽ അവിടുത്തെ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യണം. ഓരോ സെറ്റ് അല്ലെങ്കിൽ ഓരോ വെക്ടർ സ്പേസ് എന്താന്ന് പറയുമ്പോഴും അവിടെയുള്ള ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യണം. അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെയാണ്? ഇവിടെ അഡീഷൻ ഇങ്ങനെയാ, രണ്ട് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അഡീഷൻ ഇങ്ങനെയാ, ടേം ബൈ ടേം. നമ്മൾ അവിടെ ആറിൽ പറഞ്ഞപ്പോൾ ആറിൽ എങ്ങനെ ചെയ്തേ? സാധാരണ നോർമൽ അഡീഷൻ ആയിരുന്നു. R2 കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആയിരുന്നു. ഇവിടെ Rn അതുപോലെ തന്നെയാണ്. x1 plus y1 x2 plus y2 അങ്ങനെ തന്നെയാണ് ഓപ്പറേഷൻ. ഓക്കെ, x1 plus y1 x2 plus y2 എക്സെട്ര xn plus yn. അവിടെ ആൽഫ എക്സ് എന്ന് പറഞ്ഞ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ടേം ബൈ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൽഫ മൾട്ടിപ്ലൈ ടു ഈച്ച് ആൻഡ് എവറി എലമെന്റ് വിച്ച് മീൻസ് ആൽഫ x1 ആൽഫ x2 എക്സെട്ര ആൽഫ xn. ദീസ് ടു ആർ ദി ടു ഓപ്പറേഷൻസ്. ഏതൊക്കെ? ഒന്ന് വെക്ടർ അഡീഷനും ഒന്ന് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും. ഇനി നമുക്ക് എന്ത് പ്രോപ്പർട്ടി വേണം? 10 പ്രോപ്പർട്ടി അല്ലെ? വെക്ടർ അഡീഷന്റെ 5 6 മറ്റോ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം എന്താ? ക്ലോഷർ പ്രോപ്പർട്ടി അല്ലെ? വെക്ടർ അഡീഷനിലെ ക്ലോഷർ പ്രോപ്പർട്ടി. അതായത് എക്സും വൈയും നമ്മൾ എവിടുത്തെ എലമെന്റ് Rn രണ്ട് എലമെന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ചെയ്ത് കിട്ടുന്ന എലമെന്റും Rn ഉണ്ട് കാണിക്കുക. എക്സ് പ്ലസ് വൈയുടെ ആൻസർ ഇതല്ലേ? ഓക്കെ, നമ്മൾ എടുക്കുന്ന ഓരോ എലമെന്റ് എക്സ് ഐയും വൈ ഐയും x1ഉം y1ഉം ആറിലെ മെമ്പറാ. ആർ എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണ്. അപ്പൊ അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. ആറിലെ ക്ലോഷർ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? x1ഉം y1ഉം ആറിലെ മെമ്പർ ആയതുകൊണ്ട് x1 plus y1 ഇത് ആറിലുണ്ട്. അതേപോലെ x2ഉം y2ഉം ആറിലെ റിയൽ നമ്പർ ആയതുകൊണ്ട് x2 plus y2ഉം എഗെയിൻ റിയൽ നമ്പർ ആണ്. അതേപോലെ xn plus yn റിയൽ നമ്പർ ആണ്. ഈ ഓരോ എലമെന്റും റിയൽ നമ്പർ ആണെങ്കിൽ ഈ ഒരു n ടപ്പിൾ എവിടെ ഉണ്ടാവും? Rn ഉണ്ടായിരിക്കും. ശരിയല്ലേ? സോ നമ്മൾ എന്ത് കിട്ടി? രണ്ട് എലമെന്റ്സ് എക്സ് വൈ എടുത്തിട്ട് Rn എലമെന്റ് ആഡ് ചെയ്ത് കിട്ടുന്ന എഗെയിൻ എലമെന്റ് എവിടത്തെയാ? Rn മെമ്പർ ആണ്. സോ ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷൻ വെക്ടർ അഡീഷനിലെ ക്ലോഷർ പ്രോപ്പർട്ടി ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ പ്രൂവ് ചെയ്യുക. ഇതിൽ കുറെ അധികം എക്സാമ്പിൾസ് ഉണ്ട്. ഈ എക്സാമ്പിൾസ് ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചോളൂ. ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ടും ചോദിക്കും. ടു പ്രൂവ് വെദർ ഇറ്റ് ഈസ് വെക്ടർ സ്പേസ് ഓർ നോട്ട്. അപ്പൊ വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ചോദിക്കും. അപ്പൊ ഈ 10 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം ചെക്ക് ചെയ്താൽ മാത്രം മതി. 10 ആക്സിയംസ് അത് എന്താണെന്നുള്ളത് വൃത്തിയായിട്ട് പഠിച്ചോളൂ കേട്ടോ. സോ എക്സ് വൈ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. എക്സ് വൈ രണ്ട് എലമെന്റ്സ് ചൂസ് ചെയ്യുന്നു. എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആർ എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ആയതുകൊണ്ട് ഈ ഓരോ ടേമിലും നമുക്ക് അത് സ്പ്ലിറ്റ് കമ്മ്യൂട്ടേറ്റീവ് അപ്ലൈ ചെയ്യാം. x1 plus y1 എങ്ങനെ എഴുതാം? y1 plus x1 എഴുതാം. x2 plus y2 എങ്ങനെ എഴുതാം? y2 plus x2 എന്ന് എഴുതാം. കാരണം റിയൽ നമ്പർ ആർ എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ്. അവിടെ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്. സോ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? അടുത്തതില് y1 y2 y2 എക്സെട്ര yn ഈ പ്ലസ് x1 x2 എക്സെട്ര xn which is y plus x കിട്ടിയില്ലേ? സോ Rn അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് കിട്ടി. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി അസോസിയേറ്റിവിറ്റി. x1 y1 x y z ഇങ്ങനെ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ x പ്ലസ് വൈ പ്ലസ് z ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് വീണ്ടും ഇന്റർചേഞ്ച് ചെയ്യുന്ന കാര്യം. അപ്പൊ ആദ്യം ഈ ബ്രാക്കറ്റ്സ് ഉള്ളത് ഓപ്പറേറ്റ് ചെയ്യുക ഇങ്ങനെ കിട്ടും. ദെൻ ഓരോ ടേം ബൈ ടേം ആയിട്ട് അതിനടുത്തതിനെ ആഡ് ചെയ്യുന്നു. വീണ്ടും ഇവിടെ നമുക്ക് ബ്രാക്കറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും റിയൽ ലൈനിന്റെ പ്രോപ്പർട്ടി. റിയൽ ലൈൻസ് വെക്ടർ സ്പേസ് ആവുന്നതിന്റെ പ്രോപ്പർട്ടി അത് അസോസിയേറ്റിവിറ്റി. അത് ഇവിടെ ഓരോ ലൈനിൽ വീണ്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവരെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ? x1 plus y1 ഇവിടെ ഒരുമിച്ച് z1 z2 z2 എക്സെട്ര zn വേറെ രീതിയിൽ. ദെൻ ഇതിനെങ്ങനെ എഴുതാം? x1 x1 എക്സെട്ര xn plus y1 y2 എക്സെട്ര yn plus z1 z2 എക്സെട്ര zn അല്ലെങ്കിൽ x plus y plus z ബ്രാക്കറ്റ്സ് ഇന്റർചേഞ്ച് ആയി. സോ അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി ഏതാ? അവിടുത്തെ n ടപ്പിൾസിലും എല്ലാ എലമെന്റ്സും സീറോ വരുന്നതായിരിക്കും. അടുത്ത സീറോ അഡിറ്റീവ് ഐഡന്റിറ്റി അല്ലെങ്കിൽ സീറോ എലമെന്റ് എന്ന് പറയുന്നത് സീറോ വെക്ടർ എന്ന് പറയുന്നത് ഏതാ? എല്ലാ എലമെന്റ്സും സീറോ ആവുന്നത്. R2 എങ്ങനെയായിരുന്നു? 0 0 വരുന്ന അവിടുത്തെ സീറോ വെക്ടർ. ഇവിടെ എന്താ? 0 0 0 n ടൈംസ് വരുന്നതാണ് അവിടുത്തെ സീറോ വെക്ടർ ഫോർ എനി എലമെന്റ് x1 x2 എക്സെട്ര പ്രൂവ് ചെയ്യണ്ടേ? ഇങ്ങനെ 0 0 ഉണ്ടെങ്കിൽ അത് ഏത് എലമെന്റ് ആയിട്ട് ആഡ് ചെയ്ത് നമുക്ക് അതേ എലമെന്റ് കിട്ടുമെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? സോ അതേ എലമെന്റ് എടുക്കുക. x1 x2 എക്സെട്ര x എന്നൊരു ജനറൽ എലമെന്റ് എടുത്തു. 0 ആയിട്ട് ആഡ് ചെയ്യുക. x plus 0 എന്താ കിട്ടുക? x1 x2 എക്സെട്ര xn plus 0 0 0 ടേം ബൈ ടേം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് x1 x2 എക്സെട്ര xn തന്നെ കിട്ടുക. അതായത് എക്സ് തന്നെ അല്ലേ? അതായത് എക്സ് പ്ലസ് സീറോ അഗെയിൻ എക്സ് തന്നെ കിട്ടി. വിച്ച് മീൻസ് സീറോ എടുക്കുക. ഈ ഒരു എലമെന്റ് ആണ് നമ്മുടെ സീറോത്ത് വെക്ടർ. ക്ലിയർ? അടുത്തത്
പ്രോപ്പർട്ടി ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നെഗറ്റീവ് വെക്ടറിന്റെ പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ x1 x2 x3 xn ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വെക്ടർ എങ്ങനെ എടുക്കുക? ഓരോ എലമെന്റ് നെഗറ്റീവ് -x1 -x2 -xn ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി 0 വെക്ടർ കിട്ടുകയും ചെയ്യും. സോ എക്സിന്റെ നെഗറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വെക്ടർ എന്ന് പറയുന്നത് -x ആയിരിക്കും. പിന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി ഈ അവിടുത്തെ അഡിറ്റീവ് പ്രോപ്പർട്ടി അവിടുത്തെ ക്ലോഷർ പ്രോപ്പർട്ടി ആൽഫ എന്ന് പറയുന്നത് റിയൽ നമ്പർ x1 റിയൽ നമ്പർ മൾട്ടിപ്ലൈ അഗെയിൻ റിയൽ നമ്പർ അപ്പൊ ഇത് റിയൽ നമ്പർ ആൽഫ റിയൽ നമ്പർ x2 റിയൽ നമ്പർ അപ്പൊ ആൽഫ x2 റിയൽ നമ്പർ അപ്പൊ ഇതും റിയൽ നമ്പർ അങ്ങനെ ഓരോന്നും റിയൽ നമ്പർ ആണെങ്കിൽ ഈ ഒരു n ട്രിപ്പിൾ എവിടുത്തെ എലമെന്റ് ആയിരിക്കും Rn മെമ്പർ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ എടുക്കുന്ന ആൽഫ റിയൽ ഈ എടുക്കുന്ന n ട്രിപ്പിൾ Rn മെമ്പർ ആണെങ്കിൽ ആൽഫ എക്സ് എവിടെ ഉണ്ടാവും Rn ഉണ്ടായിരിക്കും. സോ അവിടുത്തെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താ വേണ്ടി? ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ എന്ന് പ്രൂവ് ചെയ്യണം. ഇതേപോലെ ചെയ്യാൻ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ ആൽഫ പുറത്തെടുത്തു ഉള്ളിൽ x1 പ്ലസ് y1 ചെയ്യാം. അപ്പോൾ x1 ഇവിടെ ഉണ്ട്, x ഉണ്ട്, y ഉണ്ട്. സോ ടേം ബൈ ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നു x1 പ്ലസ് y1 x2 പ്ലസ് y2 എക്സെട്രാ xn പ്ലസ് yn. then multiply alpha inside alpha ഓരോ ടേമിനും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഗെയിൻ എന്ത് ചെയ്യുക? ഇവിടെ ആൽഫ ചെയ്യാൻ പറ്റും. കാരണം എന്താ? അത് റിയലിന്റെ പ്രോപ്പർട്ടി, റിയൽ വെക്ടർ സ്പേസ് റിയൽ ലൈൻ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് വെക്ടർ സ്പേസ് ആയതുകൊണ്ട് അവിടെ ഈ പ്രോപ്പർട്ടി ഉണ്ട്. ഈ 7th പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് ഇത് അകത്തോട്ട് കൊടുക്കാം. പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ഇത് Rn എലമെന്റാ. ഇത് R എലമെന്റ് ആയതുകൊണ്ട് ഇവിടെ അകത്തോട്ട് കൊടുക്കാം. സോ ആൽഫ x1 പ്ലസ് ആൽഫ y1. എഗെയിൻ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിവിടെ ഫസ്റ്റ് എലമെന്റ്സിനെ എല്ലാം ചേർത്ത് ആൽഫ x1 ആൽഫ x2 എന്ന് വെച്ച് പിന്നെ ആൽഫ y1 ആൽഫ y2 രണ്ടാമത് അങ്ങനെ എഴുതിയിട്ട് ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു വൈ. ക്ലിയർ? അടുത്ത പ്രോപ്പർട്ടി നെക്സ്റ്റ് എന്താ? ആൽഫ ബീറ്റ ആറിലുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് എന്ത് ചെയ്യണം? ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ്. ഇതേപോലെ ആൽഫ പ്ലസ് ബീറ്റ എടുക്കുന്നു, ഇവിടെയും റിയൽ ലൈൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആൽഫ x1 പ്ലസ് ബീറ്റ x1 ഓരോ ടേമിലും ആൽഫ x2 പ്ലസ് ബീറ്റ x2 എന്ന് എഴുതാം. ഇതിൽ ഫസ്റ്റ് എലമെന്റ്സിനെ എല്ലാം ചേർത്ത് ആൽഫ x1 ആൽഫ x2 ആൽഫ xn, രണ്ടാമത്തെ എലമെന്റ് എല്ലാം പ്ലസ് ബീറ്റ x1 ബീറ്റ x2 എക്സെട്രാ ബീറ്റ x alpha x plus beta x. So that is the 8th property. 9th property is alpha into beta x in the alpha beta into x എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി. ആൽഫ പുറത്ത് ആദ്യം ഉള്ളിൽ ബീറ്റ എക്സ് എന്താ? ബീറ്റ x1 ബീറ്റ x2 ബീറ്റ xn. അകത്തോട്ട് ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ x1 എന്തെങ്കിലും എഴുതാം? ആൽഫ ബീറ്റ x1. ഇവിടെ ആ പ്രോപ്പർട്ടി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യരുത്, ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്ന വേണം. സോ വിച്ച് ഇസ് ആൽഫ ബീറ്റ ഇൻറ്റു എക്സ്. ക്ലിയർ? അപ്പോൾ 9th പ്രോപ്പർട്ടി. ഇനി 10th പ്രോപ്പർട്ടിയും കൂടി ഉള്ളൂ. 1 എന്ന് പറഞ്ഞ റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 1x അഗെയിൻ എക്സ് തന്നെയാണ് കിട്ടുക അല്ലെ? 1 into x1 1 into x2 1 into xn ഒന്ന് x1 x2 etc xn which is equal to x, which means Rn ഏത് നമ്മൾ തന്നിട്ടുള്ള ആ ഒരു വെക്ടർ അഡീഷന്റെയും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെയും കീഴിൽ Rn is a vector space satisfying all the axioms since it satisfies all the axioms. ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ആക്സിയം എന്നുള്ളത് കേട്ടോ. അടുത്ത എക്സാമ്പിൾ, ഇതിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. CAB കളക്ഷൻ ഓഫ് ഓൾ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ AB. ക്ലോസ്ഡ് ഇന്റർവൽ ABയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ. ക്ലോസ്ഡ് ഇന്റർവൽ ABയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഇന്റർവെല്ലിൽ AB എന്ന് പറഞ്ഞ ഈ ഒരു ഇന്റർവെൽ A to B ഈ ഒരു ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമേജ് ഒക്കെ റിയൽ ആയിരിക്കും. അപ്പൊ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ. ഓക്കെ അല്ലേ? അത് രണ്ട് എലമെന്റ് ചൂസ് ചെയ്യുക. എഫ് ആൻഡ് ജി ഫംഗ്ഷൻസ് ആയതുകൊണ്ട് നമ്മൾ പേര് കൊടുക്കുന്നു എഫ് ആൻഡ് ജി. എലമെന്റ് എക്സ് വൈ എന്ന് എടുക്കാതെ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് എഫ് ആൻഡ് ജി എന്ന് നെയിം ചെയ്തു. CAB രണ്ട് എലമെന്റ് എടുത്തു. ഓക്കെ, അവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ടേം ബൈ ടേം ആയിട്ട് ഇങ്ങനെ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ആൽഫ എഫ് ഓഫ് എക്സ് എങ്ങനെയാ? ആൽഫ എഫ് ഓഫ് എക്സ്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി? ഇവിടുത്തെ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്പിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ആ 10 ചെക്ക് ചെയ്യണം. ആ 10 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ CAB is a വെക്ടർ സ്പേസ് എന്ന് പറയാം. ഓക്കെ, എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് രണ്ട് എലമെന്റ് എടുത്തു. നമ്മൾ ആദ്യം ഇത് പ്രൂവ് ചെയ്യണം, അവരുടെ സം അഗെയിൻ CAB ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. എഫും കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് ഇന്റർവൽ AB, ജിയും കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് ഇന്റർവൽ AB. ഒബ്വിയസ്ലി എഫ് പ്ലസ് ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. അത് കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടിയാ. എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ഫംഗ്ഷനാ. സോ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ AB. അപ്പൊ എഫ് പ്ലസ് ജി എവിടെ ഉണ്ട്? CAB മെമ്പർ ആണ്. അതുകൊണ്ട് എന്താ ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരുന്നു. ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ആഡ് ചെയ്തപ്പോഴും നമുക്ക് അതേ എലമെന്റ് ആ എലമെന്റ് CABയിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. ദാറ്റ് ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറയാം. അടുത്ത പ്രോപ്പർട്ടി എന്താ? കമ്മ്യൂട്ടേറ്റിവിറ്റി. എഫ് ജി എന്ന് പറഞ്ഞാൽ CABയിൽ രണ്ട് എലമെന്റ് എടുക്കുന്നു. എഫ് പ്ലസ് ജി ജി പ്ലസ് എഫ് ആണെന്ന് കാണിച്ചു കൊടുക്കണം. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഇതെന്താ? എഫ് ഓഫ് എക്സ് റിയൽ നമ്പർ, ജി ഓഫ് എക്സ് റിയൽ നമ്പർ. രണ്ട് റിയൽ നമ്പേഴ്സ് ഇപ്പോൾ 1 + 2 എടുത്ത് നമ്മൾ ചെയ്താലും 2 + 1 ചെയ്താലും സെയിം ആൻസർ അല്ലേ? അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എഴുതാം. ഇതെന്താ? ജി പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് എഫ് പ്ലസ് ജി ഈക്വൽ ടു ജി പ്ലസ് എഫ്. സെക്കൻഡ് പ്രോപ്പർട്ടി ആയില്ലേ കമ്മ്യൂട്ടേറ്റിവിറ്റി. അടുത്ത അസോസിയേറ്റിവിറ്റി. എഫ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ്. ഇതെങ്ങനെ എഴുതാം? എഫ് ഓഫ് പ്രോപ്പർട്ടി വെച്ച് എഫ് ഓഫ് എക്സ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ്.
എഫ് പ്ലസ് ജി ഓഫ് എക്സിന് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ വീണ്ടും ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം അതെല്ലാം റിയൽ നമ്പേഴ്സ് അല്ലേ. റിയൽ നമ്പേഴ്സിന്റെ അഡീഷൻ അസോസിയേറ്റീവ് ആയതുകൊണ്ട് അതിനൊക്കെ റീസൺ അതാ. റിയൽ നമ്പേഴ്സിന്റെ അഡീഷൻ അസോസിയേറ്റീവ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതൊക്കെയാണ് അതിന്റെ റീസൺസ്. സോ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ എഫ് പ്ലസ് ജി പ്ലസ് എച്ച് എന്ന് എഴുതാം. എഫ് പ്ലസ് ജി പ്ലസ് എച്ച്. അപ്പൊ അസോസിയേറ്റിവിറ്റി എല്ലാം എളുപ്പമാണോ? നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ വരില്ലേ. അതായത് ഈ എല്ലാ പ്രോപ്പർട്ടീസും റിയൽ ലൈനെ ബേസ് ചെയ്തിട്ടിരിക്കും. നമ്മൾ റിയൽ നമ്പേഴ്സ് ആദ്യം തന്നെ എന്താന്ന് പ്രൂവ് ചെയ്യുക? വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ബാക്കി എല്ലാ റിസൾട്ടും ഒബ്വിയസ്ലി കിട്ടും. ക്ലിയർ? അപ്പൊ നമ്മൾ റിയൽ ലൈനിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ഏത് പ്രോപ്പർട്ടി ആയി? കമ്മ്യൂട്ടേറ്റിവിറ്റി കിട്ടി, അസോസിയേറ്റിവിറ്റി ആയി. ഇനി ഏതാ വേണ്ട? സീറോ എലമെന്റ്. സീറോ എലമെന്റ് ആയിരിക്കും ജസ്റ്റ് സീറോ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. അതായത് ഏത് എലമെന്റിനും ഏത് എക്സ് എടുത്താലും ഫംഗ്ഷന്റെ വാല്യൂ സീറോ ആവുന്ന ഫംഗ്ഷൻ, സീറോ ഫംഗ്ഷൻ ഏതായിരിക്കും? ഐഡന്റിറ്റി സീറോ ഫംഗ്ഷൻ. സീറോ വെക്ടർ എന്ന് പറയുന്നത് സീറോ ഫംഗ്ഷൻ. എനി ഫംഗ്ഷന് സീറോ ഫംഗ്ഷൻ കൊണ്ട് ആഡ് ചെയ്ത് നമുക്ക് അതേ ഫംഗ്ഷൻ തന്നെ കിട്ടുകയും ചെയ്യും. സീറോ ഫംഗ്ഷൻ ജസ്റ്റ് സീറോ. ഇപ്പൊ ഞാൻ എടുക്കുന്ന എലമെന്റ് എക്സ് സ്ക്വയറിന് കൂടെ സീറോ ആഡ് ചെയ്ത് എനിക്ക് എഗെയിൻ എക്സ് സ്ക്വയർ തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് എന്റെ എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. അപ്പൊ എഫ് ഓഫ് എക്സിനോട് സീറോ ഫംഗ്ഷൻ ആഡ് ചെയ്ത് എഗെയിൻ ആ ഫംഗ്ഷൻ തന്നെ കിട്ടും. അത്തരത്തിൽ സീറോ ഫംഗ്ഷൻ ആയിട്ട് സീറോ തന്നെ ചൂസ് ചെയ്യാം. സീറോ ഫംഗ്ഷൻ സീറോ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. ഏത് എലമെന്റ് ഓപ്പറേറ്റ് ചെയ്താലും സീറോ ആയിട്ട് കിട്ടുന്ന ഫംഗ്ഷൻ. സോ അതായിരിക്കും അവിടുത്തെ ഐഡന്റിറ്റി. സോ സീറോ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് സീറോ ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് പ്ലസ് സീറോ വിച്ച് ഇസ് എഫ് ഓഫ് എക്സ് ഇറ്റ് സെൽഫ്. തിരിച്ചു ഇങ്ങനെ എഴുതാം, സീറോ പ്ലസ് എഫ് ഈക്വൽ ടു എഫ് പ്ലസ് സീറോ ഈക്വൽ ടു എഫ്. സോ സീറോ ഇതാണ് സീറോ എന്ന് പറയുന്നതാണ് അവിടുത്തെ സീറോ വെക്ടർ, സീറോ ഫംഗ്ഷൻ. ഇനി എന്ത് വേണം? ഇൻവേഴ്സ് നെഗറ്റീവ് എലമെന്റ് എഫ് ബിലോങ്സ് ടു സി എ ബി. മൈനസ് എഫ് എങ്ങനെ ചൂസ് ചെയ്യാം? മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ട് മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ട് ഇപ്പൊ എക്സ് സ്ക്വയർ ആണെങ്കിൽ മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് ചൂസ് ചെയ്യാം. ക്യൂബ് ആണെങ്കിൽ മൈനസ് എക്സ് ക്യൂബ് ആയിരിക്കും അതിന് ഇൻവേഴ്സ്. ഇപ്പൊ എക്സ് പ്ലസ് വൺ ആണെങ്കിൽ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൺ ആയിട്ട് അതിന് ഇൻവേഴ്സ് ചൂസ് ചെയ്യാം. ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അതേ എലമെന്റ് തന്നെ സീറോ എലമെന്റ് കിട്ടില്ലേ. എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇപ്പൊ നോക്കൂ, എക്സ് പ്ലസ് വൺ ഉണ്ട്. എക്സ് പ്ലസ് വണ്ണിന്റെ ഇൻവേഴ്സ് ആയിട്ട് ഞാൻ മൈനസ് എക്സ് പ്ലസ് വൺ ചൂസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒബ്വിയസ്ലി സീറോ വെക്ടർ കിട്ടും, സീറോ ഫംഗ്ഷൻ കിട്ടും. ശരിയല്ലേ? സോ അത്തരത്തില് ഏതൊരു എലമെന്റ് ചൂസ് ചെയ്താലും അതിലൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. മൈനസ് നെഗറ്റീവ് എടുത്താൽ മതി. അല്ലാണ്ട് എക്സിന് നെഗറ്റീവ് കൊടുക്കാന്നല്ല കേട്ടോ. ഫംഗ്ഷനിൽ എക്സിന് നെഗറ്റീവ് കൊടുക്കാന്നല്ല, ഫംഗ്ഷൻ ടോട്ടലി നെഗറ്റീവ് കൊടുക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് എലമെന്റ്. സോ മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ട് എഫ് നെഗറ്റീവിലാണ്, എഫ് സി എ ബിയിലെ മെമ്പർ ആണെങ്കിൽ മൈനസ് എഫ് ഓട്ടോമാറ്റിക്കലി സി എ ബിയിലെ മെമ്പർ ആയിരിക്കും. സി എ ബി എന്താ? സി എ ബി ക്ലോസ് ലെവൽ എ ബിയിലെ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ. ഒബ്വിയസ്ലി മൈനസ് എഫും അവിടെ ഉണ്ടാവും. സോ എഫ് പ്ലസ് മൈനസ് എഫ് സീറോ വെക്ടർ കിട്ടുകയും ചെയ്യും. എങ്ങനെ എഴുതും? എഫ് ഓഫ് എക്സ് പ്ലസ് മൈനസ് എഫ് ഓഫ് എക്സ്. എന്താ എഫ് പ്ലസ് മൈനസ് എഫ്? എന്താ? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ജി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. സീറോ ഓഫ് എക്സ്. എഫ് പ്ലസ് മൈനസ് എഫ് സീറോ, സീറോ പ്ലസ് മൈനസ് എഫ് പ്ലസ് സീറോയും സീറോ. ഓക്കെ, അതുകൊണ്ട് മൈനസ് എഫ് ആണ് അവിടുത്തെ അഡിറ്റീവ് ഇൻവേഴ്സ്, അല്ലെങ്കിൽ എന്ത് പറയാം? നെഗറ്റീവ് വെക്ടർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ എലമെന്റിനും നെഗറ്റീവ് വെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു? സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിലെ ക്ലോഷർ അല്ലെ, ക്ലോസ്ഡ് ആണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ആൽഫ എന്ന് പറയുന്നത് ഒരു എലമെന്റ് റിയൽ നമ്പർ എടുക്കുക. അപ്പൊ ആൽഫ എഫ് നമ്മൾ എടുക്കുന്ന ഒരു ഫംഗ്ഷൻ എക്സ് എന്ന് ചൂസ് ചെയ്തു. എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ 2x എടുത്താലും കണ്ടിന്യൂസ്, 5x എടുത്താലും കണ്ടിന്യൂസ്. അപ്പൊ ആൽഫ ഏതൊരു റിയൽ നമ്പർ ആയാലും √2x എടുത്താലും കണ്ടിന്യൂസ്, ഏതൊരു റിയൽ നമ്പർ എടുത്താലും ആൽഫ എഫും കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ? നമുക്കത് കണ്ടിന്യൂസിന്റെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനൊന്നുമില്ല അവിടെ. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഫോർ എനി റിയൽ നമ്പർ ആൽഫ എഫ് വിൽ ബി ഓൾവേസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ലെവൽ എ ബി വിച്ച് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് കണ്ടിന്യൂറ്റിയുടെ പ്രോപ്പർട്ടി. അത് അപ്പൊ എന്തായി? ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെ ക്ലോഷർ പ്രോപ്പർട്ടി. അടുത്തത് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ആൽഫ ഇൻറ്റു എഫ് പ്ലസ് ജി. ഇങ്ങനെ എഴുതാം, ആൽഫ ഇൻറ്റു എഫ് പ്ലസ് ജി ഓഫ് എക്സ് വിച്ച് ഇസ് ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഓക്കെ, ആൽഫ എഫ് പ്ലസ് ആൽഫ ജി ഓഫ് എക്സ് വിച്ച് ഇസ് ആൽഫ എഫ് പ്ലസ് ആൽഫ ജി. ആൽഫ ഇൻറ്റു എഫ് പ്ലസ് ജി എങ്ങനെ എഴുതി? ആൽഫ എഫ് പ്ലസ് ആൽഫ ജി. അപ്പൊ അടുത്ത പ്രോപ്പർട്ടി വീണ്ടും ആൽഫ പ്ലസ് ജി ഓഫ് എഫ്. സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാലോ, എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി 9th പ്രോപ്പർട്ടി ഇസ് ആൽഫ ബീറ്റ എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ആൽഫ ഇൻറ്റു ബീറ്റ ഓഫ് എക്സ് വിച്ച് ഇസ് ആൽഫ ബീറ്റ ഓഫ് എഫ് ഓഫ് എക്സ്. ആൽഫ ഇൻറ്റു ബീറ്റ ഓഫ് എക്സ് ചെയ്താൽ നമുക്ക് ആൽഫ ബീറ്റ ഓഫ് എഫ് എന്ന് കിട്ടും. ഓക്കെ, ആ പ്രോപ്പർട്ടി. 10th പ്രോപ്പർട്ടി 1 ഇൻറ്റു എഫ്. 1 ചെയ്താൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഫോർ എവറി എക്സ്. അത് നമ്മൾ അവിടുത്തെ 1 എടുക്കുക. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 എന്താ? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് കിട്ടുന്ന വാല്യൂ എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും. സോ 1 ഇൻറ്റു എഫ് ഈക്വൽ ടു എഫ്. ക്ലിയർ? അപ്പൊ നമ്മൾ 10 പ്രോപ്പർട്ടിയും കഴിഞ്ഞു. സോ സി എ ബി ഇസ് എ വെക്ടർ സ്പേസ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.